ഒരു ടൈപ്പ് ഓഫ് മൂവബിൾ ബ്രിഡ്ജാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ബ്രിഡ്ജിൻ്റെ ലെവലും വാട്ടറിൻ്റെ ലെവലും ഒരേ രീതിയിലല്ലെങ്കിൽ നമുക്ക് ഷിപ്പിനെ ബോട്ടിനൊക്കെ മൂവ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസ് അടിയിൽ കാണില്ല. അപ്പോൾ നമ്മൾ ആ ഷിപ്പ് വരുന്ന സമയത്ത് മാത്രം ഇതിനൊരു പാസേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഈ ബ്രിഡ്ജിൻ്റെ ഒരു സെക്ഷൻ മാത്രം നമ്മൾ ചെറുതായിട്ട് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. സാധാരണ ഒറിജിനൽ കേസിൽ നമ്മൾ ചെയ്യുന്നത് ഇവിടെ ഒരു മോട്ടർ ആ സൈഡ് അതുപോലെ തന്നെ ഒരു മോട്ടർ വെച്ച് നമ്മൾ ഈ പുള്ളി ഓപ്പറേറ്റ് ചെയ്താണ് ഒറിജിനൽ കേസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് മോട്ടർ യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ സ്പീഡ് സെയിം അല്ലെങ്കിൽ ഈ ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്പീഡ് കൂടുതലെടുത്തേക്ക് ഇത് കൂടുതൽ ലിഫ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ നമ്മളിപ്പോൾ ആ ഡിസഡ്വാൻറ്റേജ് ഒഴിവാക്കാൻ വേണ്ടി ഒരു മോട്ടർ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെൻട്രൽ നമ്മൾ ഒരു മോട്ടർ യൂസ്. അപ്പോൾ ഈ മോട്ടറുമായിട്ട് കണക്ട് ചെയ്യുന്ന ഈ റോപ്പ് നമ്മളിത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രിഡ്ജിന് രണ്ട് സൈഡിലും പുള്ളി ചെയ്യും. അപ്പോൾ ഈ രണ്ട് പുള്ളിങ്ങും ഒരു മോട്ടറിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ആ ഒരു സെയിം ഫോഴ്സ് ആയതുകൊണ്ട് അതിനൊരു ടിൽറ്റിംഗ് ഉണ്ടായാലും സെയിം ഹൊറിസോണ്ടൽ ലെവലിൽ തന്നെ ഈ ബ്രിഡ്ജ് ഫുൾ ലിഫ്റ്റ് ആവും. അപ്പോൾ പിന്നെ ഈ മോട്ടറിൻ്റെ പവർ കുറയും. ഒരു ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഹൈ പവർ മോട്ടർ വേണം. അപ്പോൾ ആ മോട്ടറിൻ്റെ പവർ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ രണ്ട് സൈഡിലും കൗണ്ടർ വെയ്റ്റ് സിസ്റ്റം യൂസ് ചെയ്യും. അപ്പോൾ ഈ കൗണ്ടർ വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും നമ്മളൊരു വെയിറ്റ് കൊടുക്കുമ്പോൾ ഈ കൗണ്ടർ വെയ്റ്റുമായിട്ട് വരുന്ന ഈ റോപ്പ് നമ്മൾ ബ്രിഡ്ജിൻ്റെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കൗണ്ടർ വെയ്റ്റിൽ ഇവിടെ ഒരു വെയിറ്റ് വരുമ്പോൾ ഈ ഇവിടെ വരുന്ന ഫോഴ്സ് നമുക്ക് ബ്രിഡ്ജിൻ്റെ ഒരു സൈഡിൽ കിട്ടും. അപ്പോൾ ബ്രിഡ്ജിനെ മുകളിലോട്ട് ലിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ നമുക്ക് അത്ര ഇപ്പോൾ ഇതൊരു 4 കിലോഗ്രാം ഉള്ള ഒരു ബ്രിഡ്ജാണ് ഈ ലിഫ്റ്റ് ചെയ്യുന്ന സ്പാൻ. അപ്പോൾ നമുക്കിവിടെ വെയിറ്റ് കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ 2 കിലോഗ്രാം ഈ സൈഡിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രിഡ്ജിൻ്റെ വെയിറ്റ് ബാലൻസ് ആയി. അപ്പോൾ നമുക്ക് ഈ മോട്ടർ ഐഡിയൽ കേസിലാണെങ്കിൽ ഒരു ഫ്രിക്ഷൻ ഓവർകം ചെയ്യാനുള്ള ഫോഴ്സ് കൊടുത്താൽ മതി. അപ്പോൾ കൗണ്ടർ വെയിറ്റ് യൂസ് ചെയ്താൽ മോട്ടറിൻ്റെ പവർ നമുക്ക് കുറയ്ക്കാനുള്ളതാണ്. പിന്നെ ഇവിടെ പുള്ളിയുടെ യൂസ് വന്നിട്ടുണ്ട്. കോമ്പൗണ്ട് പുള്ളിയുടെ യൂസ് ചെയ്യും. കോമ്പൗണ്ട് പുള്ളി മീൻസ് അതിനകത്ത് ഫിക്സഡ് പുള്ളിങ് ആണ്, മൂവബിൾ പുള്ളിങ് ആണ്. അപ്പോൾ ഈ മുകളിൽ കാണുന്ന 4 പുള്ളി എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പുള്ളീസാണ്. അതായത് അതിൻ്റെ ഷാഫ്റ്റിൽ മാത്രം റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ താഴെ ഈ റെഡ് കളർ സിസ്റ്റത്തിൽ ഈ കൗണ്ടർ വെയിറ്റ് സിസ്റ്റത്തിൽ കാണുന്ന 2 പുള്ളി എന്ന് പറഞ്ഞാൽ മൂവബിൾ പുള്ളിയാണ്. അത് ബ്രിഡ്ജ് ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ കംപ്ലീറ്റ് സിസ്റ്റം താഴോട്ട് പോകും. അപ്പം അതിനൊരു വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അത് മൂവബിൾ പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ ഇതിൻ്റെ കോമ്പിനേഷനാണ് നമ്മൾ കോമ്പൗണ്ട് പുള്ളി എന്ന് പറയുന്നത്. അപ്പോൾ കോമ്പൗണ്ട് പുള്ളിക്ക് 2 അഡ്വാൻറ്റേജ് നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ കൗണ്ടർ വെയിറ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയ്ക്കുക, അല്ലെങ്കിൽ കൗണ്ടർ വെയിറ്റിൻ്റെ ഇവിടെ കൊടുക്കുന്ന കൗണ്ടർ വെയിറ്റ് കുറയ്ക്കുക. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്നതിനാൽ ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ശരിക്കും 3 റോപ്പിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ബ്രിഡ്ജ് എത്ര ലിഫ്റ്റ് ചെയ്യുന്നു അതിൻ്റെ 1/3 ഇവിടുത്തെ കൗണ്ടർ വെയിറ്റ് താഴോട്ട് പോകും. അതായത് ബ്രിഡ്ജ് ഒരു 9 മീറ്റർ ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൗണ്ടർ വെയിറ്റ് ഒരു 3 മീറ്റർ താഴോട്ട് പോകും. അപ്പോൾ അന്നേരത്തെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കൗണ്ടർ വെയിറ്റ് നമുക്ക് ഈ ബ്രിഡ്ജിൻ്റെ 1.5 ടൈംസ് വെയിറ്റ് ഒരു സൈഡിൽ തന്നെ കൊടുക്കണം. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. പിന്നെ വേറെ പുള്ളിയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന് സെറ്റപ്പ് വേറെയാണ്. ഈ സെറ്റപ്പ് ഒന്നും വേണ്ട. ഇവിടുന്ന് വരുന്ന ഈ 2 റോപ്പ് ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് ഒരു വെയിറ്റ് ഇടാനുള്ള സെറ്റപ്പും ഈ റോപ്പ് ഇവിടുന്ന് ഈ പുള്ളിയുടെ ഒരു സൈഡിൽ കൂടെ എടുത്ത് നമ്മൾ ഇവിടെ കാണിച്ചേക്കുന്ന ഈ ഷാഫ്റ്റ്